ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ നദികളെക്കുറിച്ചാണ്. അപ്പം PSCയുടെ ഏതൊരു എക്സാം എടുക്കുകയാണെങ്കിലും അതിൽ നദികളെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഹോട്ട് ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി പഠിക്കേണ്ട ഒരു ഭാഗമാണ് റിവേഴ്സ്. അപ്പോൾ നമുക്കിന്ന് കേരളത്തിലെ നദികളെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, കേരളത്തിലെ നദികളുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത്. 1974 കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികളായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? 1974 കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് കേരളത്തിൽ നദികളായിട്ട് പരിഗണിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ആകെ എത്ര നദികളാണുള്ളത്? കേരളത്തിൽ ആകെ നദികളുടെ എണ്ണം 44ആണ്. ഈ 44 നദികളിൽ 41 നദികളും ഒഴുകുന്നത് എങ്ങോട്ടാണ്? പടിഞ്ഞാറോട്ട്. 3 നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുള്ളത്. അപ്പോൾ കേരളത്തിൽ ആകെ നദികൾ 44, അതിൽ 41 നദികളും പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. 3 നദികൾ എവിടേക്കാണ് ഒഴുകുന്നത്? കിഴക്കോട്ടാണ് ഒഴുകുന്നത്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ താഴെ നമ്മൾ പറഞ്ഞു തന്നെയാണ്, കേരളത്തിൽ ആകെ നദികൾ 44, പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ 41, കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3. കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഇനി പഠിക്കാനുള്ളത്, വൃഷ്ടിപ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നദികളെ 3ആയിട്ട് തിരിക്കാം. ഒന്ന് മേജർ റിവേഴ്സ്, മീഡിയം റിവേഴ്സ്, മൈനർ റിവേഴ്സ്. വൃഷ്ടിപ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നദികളെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് മേജർ റിവേഴ്സ്, 2 മീഡിയം റിവേഴ്സ്, 3-മത്തേത് മൈനർ റിവേഴ്സ്. അപ്പോൾ എന്താണ് ഈ വൃഷ്ടിപ്രദേശം എന്ന് നോക്കാം. ഒരു നദിയും കൈവഴികളും പോഷക നദികളും കൂടി ചേർന്ന് ആകെ വിസ്തീർണത്തെയാണ് വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. ഒരു നദിയും ആ നദിയുടെ കൈവഴികളും പോഷക നദികളും കൂടെ ചേർന്നിട്ടുള്ള ആകെ വിസ്തീർണത്തെയാണ് വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ കൈവഴി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നദിയിൽ നിന്ന് ഉത്ഭവിച്ച് അതിൽ നിന്ന് വേർപിരിഞ്ഞ് ഒഴുകുന്ന നദികളെയാണ് കൈവഴി എന്ന് പറയുന്നത്. പോഷക നദി എന്ന് പറഞ്ഞാൽ ഒരു നദി ഒഴുകുമ്പോൾ ആ നദിയിലേക്ക് വന്നു ചേരുന്ന നദികളാണ് പോഷക നദികൾ. അപ്പോൾ ഒരു നദിയും അതിൻ്റെ കൈവഴികളും പോഷക നദികളും ചേർന്നിട്ടുള്ള ആകെ വിസ്തീർണത്തെയാണ് വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. വൃഷ്ടിപ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നദികളെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. മേജർ റിവേഴ്സ്, മീഡിയം റിവേഴ്സ്, മൈനർ റിവേഴ്സ്. 2000 സ്ക്വയർ കിലോമീറ്ററിന് താഴെ വൃഷ്ടിപ്രദേശമുള്ള നദികളാണ് മൈനർ റിവേഴ്സിൽ ഉൾപ്പെടുന്നത്. 2000 സ്ക്വയർ കിലോമീറ്ററിന് താഴെ വൃഷ്ടിപ്രദേശമുള്ള റിവേഴ്സാണ് മൈനർ റിവേഴ്സ്. 2000 സ്ക്വയർ കിലോമീറ്ററിനും 20,000 സ്ക്വയർ കിലോമീറ്ററിനും ഇടയിൽ വൃഷ്ടിപ്രദേശമുള്ള നദികളാണ് മീഡിയം റിവേഴ്സ്. 20,000 സ്ക്വയർ കിലോമീറ്ററിന് മുകളിൽ വൃഷ്ടിപ്രദേശമുള്ള നദികളാണ് ഏതിൽ വരിക? മേജർ റിവേഴ്സിൽ പെടുന്നത്. കേരളത്തിൽ മേജർ റിവേഴ്സ് ഇല്ല. കേരളത്തിലെ മീഡിയം റിവേഴ്സ് എത്ര എണ്ണമാണ് ഉള്ളത്? 4 എണ്ണം. കേരളത്തിൽ മീഡിയം റിവേഴ്സ് 4 എണ്ണമാണുള്ളത്. മൈനർ റിവേഴ്സ് 40 മൈനർ റിവേഴ്സും. കേരളത്തിലെ മേജർ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മേജർ റിവേഴ്സ് ഇല്ല. മീഡിയം റിവേഴ്സ് 4 എണ്ണവും മൈനർ റിവേഴ്സ് 40 എണ്ണമാണ്. അപ്പോൾ കേരളത്തിലുള്ള മീഡിയം റിവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ എന്നിങ്ങനെ 4 മീഡിയം റിവേഴ്സാണ് കേരളത്തിലുള്ളത്. കേരളത്തിലുള്ള മീഡിയം റിവേഴ്സാണ് പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. ഇനി പഠിക്കാനുള്ളത്, 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള 11 നദികൾ കേരളത്തിലുണ്ട്. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള 11 നദികളാണ് കേരളത്തിലുള്ളത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് പെരിയാർ. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. അടുത്തത് ഭാരതപ്പുഴ, 209 കിലോമീറ്റർ. ഈ 11 നദികളുടെ പേരും നീളവും പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. പമ്പ നദിയുടെ നീളം 176 കിലോമീറ്ററാണ്. ചാലിയാറിൻ്റെ നീളം 169. ചാലക്കുടി പുഴ 145.5 കിലോമീറ്ററാണ് ചാലക്കുടി പുഴയുടെ നീളം.
അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. മൈലിൽ നോക്കുകയാണെങ്കിൽ 151 മൈൽ. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്ററും 129 മൈലുമാണ്. പമ്പാ നദിയുടെ നീളം 176 കിലോമീറ്റർ, മൈൽ നോക്കുകയാണെങ്കിൽ 109 മൈൽ. ചാലിയാറിൻ്റെ നീളം 169 കിലോമീറ്റർ, ചാലക്കുടി പുഴ 145.5 കിലോമീറ്റർ. കടലുണ്ടി പുഴയുടെ നീളം എത്രയാണ്? 130 കിലോമീറ്റർ. അച്ചൻ കോവിലാർ 128 കിലോമീറ്റർ, കല്ലട 121 കിലോമീറ്റർ, മൂവാറ്റുപുഴ 121 കിലോമീറ്റർ, വളപട്ടണം 110 കിലോമീറ്റർ, ചന്ദ്രഗിരി പുഴ 105 കിലോമീറ്റർ. അപ്പം നമ്മൾ പറഞ്ഞത് 100 കിലോമീറ്ററിൽ കൂടുതലുള്ള 11 നദികളാണ് കേരളത്തിലുള്ളത്. ആ നദികളുടെ നീളവുമാണ് ഇപ്പം പഠിച്ചത്. അപ്പം നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് പെരിയാർ നദിയെക്കുറിച്ചാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ നദി. പെരിയാർ നദിയുടെ നീളം 244 കിലോമീറ്ററാണ്. പെരിയാർ നദി ഉത്ഭവിക്കുന്നത് സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ്. പെരിയാർ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ നദി ഉത്ഭവിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? പെരിയാർ നദിയാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും പെരിയാർ നദിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ നദിയാണ്. പെരിയാർ നദിയുടെ നീളം 244 കിലോമീറ്ററാണ്. പെരിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ നദി ഉത്ഭവിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാർ നദിയാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും പെരിയാർ നദിയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ചൂർണി എന്ന് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന നദിയാണ് പെരിയാർ നദി. ചൂർണി എന്ന് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ് പെരിയാർ നദി. അതുപോലെ തന്നെ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദിയും പെരിയാർ നദി തന്നെയാണ്. ചൂർണി എന്ന അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചതും പെരിയാർ നദിയെ പറ്റിയാണ്. അതുപോലെ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദിയും പെരിയാർ നദി തന്നെയാണ്. പെരിയാർ നദി മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് പൂർണ്ണ എന്നാണ്. പെരിയാർ നദി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് പൂർണ്ണ എന്നാണ്. അടുത്ത പോയിന്റ്, പെരിയാറിൽ 1924 കൊല്ലവർഷം 1099 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേരാണ് 99 വെള്ളപ്പൊക്കം. 1924 അതായത് കൊല്ലവർഷം 1099 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേരാണ് 99 വെള്ളപ്പൊക്കം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോഷക നദിയുള്ള കേരളത്തിലെ നദിയും പെരിയാറാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള നദിയും പെരിയാർ നദി തന്നെയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പെരിയാറിൻ്റെ പോഷക നദികളാണ്. പെരിയാറിൻ്റെ പോഷക നദികളാണ് മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ഞാംകുട്ടിപ്പുഴ, പെരുതുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ, മംഗലപ്പുഴ എന്നിവയാണ് പെരിയാറിൻ്റെ പോഷക നദികൾ. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. പെരിയാറിൻ്റെ പോഷക നദികളാണ് മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ഞാംകുട്ടിപ്പുഴ, പെരുന്തുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ, മംഗലപ്പുഴ. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും സംഗമ ഭാഗത്ത് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നു. പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും സംഗമ ഭാഗത്താണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് മൂന്നാറിൽ സംഗമിക്കുന്ന 3 നദികളാണ് മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ 3 നദികളാണ് മൂന്നാറിൽ സംഗമിക്കുന്നത്. ഇനി പറയുന്ന 2-3 പോയിന്റ്സ് ഒന്ന് ഓർത്തു വെക്കുക. ആലുവയിൽ വെച്ച് പെരിയാർ നദി മംഗലപ്പുഴ, മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെ 2ആയിട്ട് പിരിയുന്നുണ്ട്. ആലുവയിൽ വെച്ചിട്ട് പെരിയാർ നദി മംഗലപ്പുഴ, മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെ 2ആയിട്ട് പിരിയുന്നു. മംഗലപ്പുഴ ചെന്ന് പതിക്കുന്നത് ചാലക്കുടി പുഴയിലാണ്. മംഗലപ്പുഴ ചെന്ന് പതിക്കുന്നത് എവിടെയാണ്? ചാലക്കുടി പുഴയിലാണ്. പെരിയാർ നദി ആലുവ പുഴ എന്നും കാലടിപ്പുഴ എന്നും പേരുകളിലും അറിയപ്പെടുന്നു. അപ്പോൾ പെരിയാർ നദി കാലടിപ്പുഴ എന്നും ആലുവ പുഴ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്.
ഇടുക്കി എറണാകുളം ജില്ലകളിലൂടെയാണ് പെരിയാർ നദി ഒഴുകുന്നത്. പെരിയാർ നദിയുടെ പതനസ്ഥാനം വേമ്പനാട് കായലാണ്. പെരിയാർ നദിയുടെ പതനസ്ഥാനം വേമ്പനാട്ട് കായലാണ്. ഇനി പറയുന്നത് പെരിയാർ നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ്. ഒന്ന് ഇടുക്കി ജലവൈദ്യുത പദ്ധതി, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ എന്നിവയൊക്കെയാണ് പെരിയാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ. പെരിയാറിൻ്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങളാണ് തേക്കടി വന്യജീവി സങ്കേതവും തട്ടേക്കാട് പക്ഷി സങ്കേതവും. പെരിയാറിൻ്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങളാണ് ഒന്ന് തേക്കടി വന്യജീവി സങ്കേതവും തട്ടേക്കാട് പക്ഷി സങ്കേതവും. കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതി കൂടെ ഇവിടെ പറയാം. പ്രളയം മൂലമുള്ള നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് റൂം ഫോർ റിവർ. പ്രളയം മൂലമുള്ള നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് റൂം ഫോർ റിവർ. നെതർലാൻഡിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു ഇത്. നദികളുടെ ആഴം വർദ്ധിപ്പിച്ചും നദികളുടെ സുഗമമായ ഒഴുക്കിനുള്ള തടസ്സങ്ങൾ നീക്കിയും അവയുടെ ജലപ്രവാഹശേഷി വർദ്ധിപ്പിക്കുകയും തന്മൂലം പ്രളയ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് റൂം ഫോർ റിവർ എന്ന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇനി നമുക്ക് അടുത്ത നദി പഠിക്കാം. അടുത്ത നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതായിരുന്നു? പെരിയാറാണ്. 244 കിലോമീറ്ററാണ് പെരിയാർ നദിയുടെ നീളം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത് 209 കിലോമീറ്ററാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത് വെച്ചാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ആനമലയിലെ പോത്തന്നൂരിനടുത്ത് നിന്നാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ എന്ന് പറയുന്നത് പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. കേരളത്തിൻ്റെ നൈൽ എന്ന വിശേഷണവും ഭാരതപ്പുഴയ്ക്കുണ്ട്. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. പൊന്നാനിപ്പുഴ എന്ന് അറിയപ്പെടുന്നതും ഭാരതപ്പുഴയെ തന്നെയാണ്. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നതും ഭാരതപ്പുഴ തന്നെയാണ്. ശോകനാശിനി പുഴ എന്ന് ഭാരതപ്പുഴയെ വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ചിറ്റൂരിലാണ് ഭാരതപ്പുഴ ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്നത്. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരാണ് ശോകനാശിനി പുഴ. ശോകനാശിനി പുഴ എന്ന് ഭാരതപ്പുഴയെ വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. നിള എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയും ഭാരതപ്പുഴയാണ്. പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദിയും ഏതു തന്നെയാണ്? ഭാരതപ്പുഴ തന്നെയാണ്. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ്. ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. മാമാങ്കം നടത്തിയിരുന്ന സ്ഥലമാണ് തിരുനാവായ. ആ തിരുനാവായ സ്ഥിതി ചെയ്യുന്ന നദീതീരം എവിടെയാണ്? ഭാരതപ്പുഴയുടെ തീരത്താണ് തിരുനാവായ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ പൊന്നാനിയിൽ വെച്ചാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത്. ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്ന സ്ഥലമാണ് പൊന്നാനി. അതുപോലെ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്ന വിജ്ഞാന കേന്ദ്രമാണ് നിള വിജ്ഞാന കേന്ദ്രം. ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന വിജ്ഞാന കേന്ദ്രമാണ് നിള വിജ്ഞാന കേന്ദ്രം. അടുത്ത് പഠിക്കാനുള്ള നദിയാണ് പമ്പാ നദി. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പാ നദി. പമ്പാ നദിയുടെ നീളം 176 കിലോമീറ്ററാണ്. പമ്പാ നദി ഉത്ഭവിക്കുന്നത് പുളിച്ചി മലയിൽ നിന്നാണ്. ഇടുക്കി പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചി മലയിൽ നിന്നാണ് പമ്പാ നദി ഉത്ഭവിക്കുന്നത്. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പാ നദി. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പാ നദി. പമ്പാ നദിയുടെ മറ്റ് വിശേഷണങ്ങളാണ് ഇനി പറയുന്നത്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് പമ്പാ നദി. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് പമ്പാ നദി. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയും പമ്പാ നദി തന്നെയാണ്.
തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന പമ്പാ നദിയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പാ നദിയാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെട്ടിരുന്ന നദിയും പമ്പാ നദിയാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട്. പമ്പയുടെ പ്രധാന പോഷക നദികളാണ് അച്ചൻ കോവിലാർ, കക്കിയാർ, കല്ലാർ, അഴുതയാർ, മണിമലയാർ. പമ്പയുടെ പ്രധാന പോഷക നദികളാണ് അച്ചൻ കോവിലാർ, കക്കിയാർ, കല്ലാർ, അഴുതയാർ, മണിമലയാർ. പമ്പാ നദി ഒഴുകുന്ന ജില്ലകളാണ് പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി എന്നീ ജില്ലകളിലൂടെയാണ് പമ്പാ നദി ഒഴുകുന്നത്. പമ്പാ നദിയുടെ പതനസ്ഥാനമാണ് വേമ്പനാട് കായൽ. പമ്പാ നദിയുടെ പതനസ്ഥാനം വേമ്പനാട് കായലാണ്. പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. പമ്പാ നദിയിലുള്ള പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. പമ്പാ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ. ഈ പദ്ധതിയൊന്ന് ഓർത്തു വെക്കുക. അച്ചൻ കോവിലാർ പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലമാണ് വിയപുരം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചാലിയാർ നദിയെ പറ്റിയാണ്. കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ നദി. 169 കിലോമീറ്ററാണ് ചാലിയാർ നദിയുടെ നീളം. കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ നദി. 169 കിലോമീറ്ററാണ് ചാലിയാർ നദിയുടെ നീളം. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നിൽ നിന്നാണ്. വയനാട്ടിലെ ഇളമ്പലേരി കുന്നിൽ നിന്നാണ് ചാലിയാർ നദി ഉത്ഭവിക്കുന്നത്. ചാലിയാർ നദിയുടെ മറ്റു പേരുകളാണ് ഇനി പറയുന്നത്. കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി. കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി എന്നത് ചാലിയാർ നദിയുടെ അപരനാമങ്ങളാണ്. ചാലിയാർ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ. ചാലിയാർ പുഴയുടെ പ്രധാന പോഷക നദികളാണ് ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ. വയനാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലൂടെയാണ് ചാലിയാർ നദി ഒഴുകുന്നത്. വയനാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലൂടെയാണ് ചാലിയാർ നദി ഒഴുകുന്നത്. ചാലിയാർ അറബിക്കടലുമായി ചേരുന്നത് ബേപ്പൂരിൽ വച്ചാണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു നദീതീരമാണ് ചാലിയാർ തീരം. കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. ചാലിയാർ സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവാണ് KA റഹ്മാൻ. ചാലിയാറിൻ്റെ തീരത്തുള്ള അല്ലെങ്കിൽ ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറിയാണ് ഗോളിയോ റയോൺസ് ഫാക്ടറി. മൗരാണ് ഗോളിയോ റയോൺസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായിട്ടുള്ള ഒരു ഫാക്ടറി ആയിരുന്നു ഗോളിയോ റയോൺസ് ഫാക്ടറി. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ചാലക്കുടിപ്പുഴ. കേരളത്തിലെ 5ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലക്കുടിപ്പുഴ. കേരളത്തിലെ 5ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലക്കുടിപ്പുഴ. 145.5 കിലോമീറ്ററാണ് ചാലക്കുടിപ്പുഴയുടെ നീളം. ചാലക്കുടിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലയാണ്. ആനമലയിൽ നിന്നാണ് ചാലക്കുടിപ്പുഴ ഉത്ഭവിക്കുന്നത്. പറമ്പിക്കുളം, കുരിയാർകുട്ടിയാർ, ഷോളയാർ, കാരപ്പാറ, ആനക്കയം എന്നീ പുഴകൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദിയാണ് ചാലക്കുടിപ്പുഴ. ചാലക്കുടിപ്പുഴ ഒഴുകുന്ന ജില്ലകളാണ് പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലൂടെയാണ് ചാലക്കുടിപ്പുഴ ഒഴുകുന്നത്. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടിപ്പുഴ. ഇത് ഓർത്ത് വെക്കുക. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടിപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദിയും ഏത് തന്നെയാണ്? ചാലക്കുടിപ്പുഴ തന്നെയാണ്. ചാലക്കുടിപ്പുഴയിലുള്ള പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം, വാഴച്ചാൽ, പെരിങ്ങൽകൂത്ത് എന്നിവ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. ചാലക്കുടിപ്പുഴയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതിയും പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതിയും. ചാലക്കുടിപ്പുഴയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതിയും പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതിയും. ജലസേചനത്തിനായി ചാലക്കുടിപ്പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് തുമ്പൂർ മുഴി. ജലസേചനത്തിനായി ചാലക്കുടിപ്പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാം തുമ്പൂർ മുഴി ഡാം.
കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല. ചാലക്കുടി പുഴയിലെ വൈന്തലയാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം. അടുത്ത് പഠിക്കാനുള്ള നദിയാണ് നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ നദി. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ നദി. നെയ്യാർ നദിയുടെ നീളം 56 കിലോമീറ്ററാണ്. നെയ്യാർ നദി ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്നാണ്. നെയ്യാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കല്ലാർ, കരവലയാർ. കല്ലാറും കരവലിയാറുമാണ് നെയ്യാറിൻ്റെ പ്രധാന പോഷക നദികൾ. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം നെയ്യാർ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നെയ്യാറിൻ്റെ പതനസ്ഥാനം അറബിക്കടലാണ്. മരകുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നതും നെയ്യാർ നദിയിലാണ്. അടുത്ത പഠിക്കാനുള്ളത് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. 16 കിലോമീറ്ററാണ് മഞ്ചേശ്വരം പുഴയുടെ നീളം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി നമ്മൾ പറഞ്ഞു, നെയ്യാറാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി. ഇവിടെ പറയുന്നത് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദിയാണ് ചോദിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനം ബാലപ്പൂണി കുന്നുകളാണ്. കാസർഗോഡ് ബാലപ്പൂണി കുന്നുകളിൽ നിന്നാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത്. മഞ്ചേശ്വരം പുഴയുടെ മറ്റൊരു പേരാണ് തലപ്പാടി പുഴ. മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് ഉപ്പള കായലിലാണ്. മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് ഉപ്പള കായലിലാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ചോദിച്ചാൽ കാസർഗോഡാണ്. കാസർഗോഡിലൂടെ 12 നദികളാണ് ഒഴുകുന്നത്. അടുത്ത നദിയാണ് അഞ്ചരക്കണ്ടി പുഴ. തലശ്ശേരി താലൂക്കിലെ കണ്ണോത്ത് വനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് അഞ്ചരക്കണ്ടി പുഴ. ഇടുമ്പത്തോട്, കപ്പത്തോട് എന്നിവ പ്രധാന പോഷക നദികളാണ്. കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് അഞ്ചരക്കണ്ടി പുഴ. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നതും അഞ്ചരക്കണ്ടി പുഴയിലാണ്. അടുത്ത പഠിക്കാനുള്ള നദിയാണ് ചന്ദ്രഗിരി പുഴ. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ. പെരുമ്പുഴ, പയശ്ശിനി എന്നിങ്ങനെ അറിയപ്പെടുന്ന പുഴയും ഏതാണ്? ചന്ദ്രഗിരി പുഴയാണ്. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. അതുപോലെ തന്നെ മലയാളക്കരയ്ക്കും തുളുനാടിനും ഇടയിൽ പരമ്പരാഗത അതിരായി കണക്കാക്കിയിരുന്ന പുഴയാണ് ചന്ദ്രഗിരി പുഴ. മലയാളക്കരയ്ക്കും തുളുനാടിനും ഇടയിൽ പരമ്പരാഗതമായിട്ടുള്ള അതിരായി കണക്കാക്കിയിരുന്ന പുഴയും ഏതാണ്? ചന്ദ്രഗിരി പുഴയായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കൊടുങ്ങരപ്പള്ളം പുഴ. കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശമാണ് അട്ടപ്പാടി. പാലക്കാടിലെ അട്ടപ്പാടിയിലൂടെയാണ് കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്നത്. 4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയ അട്ടപ്പാടിയിലെ കൊടുങ്ങരപ്പള്ളം പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. കൊടുങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നാണ്. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നാണ് കൊടുങ്ങരപ്പള്ളം പുഴ ഉത്ഭവിക്കുന്നത്. കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകി എത്തിച്ചേരുന്നത് ഭവാനി പുഴയിലേക്കാണ്. കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകി എത്തിച്ചേരുന്നത് എവിടേക്കാണ്? ഭവാനി പുഴയിലേക്കാണ്. വനനശീകരണമാണ് കൊടുങ്ങരപ്പള്ളം പുഴയുടെ നാശത്തിന് വഴിതെളിയിച്ചത്. മഴക്കുഴികൾ, തടയണകൾ എന്നിവയുടെ നിർമ്മാണം, കാട് വെച്ചു പിടിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ മൂലം പുഴ നീരൊഴുക്ക് വീണ്ടെടുത്ത് അട്ടപ്പാടി പ്രദേശത്ത് കൂടി വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇത് SCERTയിൽ ബോക്സിൽ കൊടുത്ത ഒരു പോയിന്റാണ്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കുപ്പം നദി. കർണാടകയിലെ പടിനൽക്കാട് ചുരത്തിലൂടെയാണ് കുപ്പം നദിയുടെ ഉത്ഭവം. കുപ്പം നദി വളപട്ടണം നദിക്ക് സമാന്തരമായി ഒഴുകി മാട്ടൂർ എന്ന സ്ഥലത്ത് വെച്ച് വളപട്ടണം നദിയുമായിട്ട് ചേരുന്നു. 82 കിലോമീറ്ററാണ് കുപ്പം നദിയുടെ നീളം. കുപ്പം നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. കുപ്പം നദിയുടെ പ്രധാന പോഷക നദികളാണ് പാക്കാട്ടുപുഴ, കുറ്റിരോൽ പുഴ, മുക്കുട്ടത്തോട്, ചിരിയത്തോട്. പാക്കാട്ടുപുഴ, കുറ്റിലോൽ പുഴ, മുക്കുട്ടുതോട്, ചിരിയത്തോട് എന്നിവയാണ് കുപ്പം നദിയുടെ പ്രധാന പോഷക നദികൾ. തളിപ്പറമ്പിലൂടെ ഒഴുകുന്ന നദിയാണ് കുപ്പം നദി. അതുപോലെ തന്നെ മാട്ടൂൾ എന്നറിയപ്പെടുന്ന നദിയും ഏതാണ്? കുപ്പ നദിയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് കേരളത്തിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ്. ഇനി പഠിക്കാനുള്ളത് കിഴക്കോട്ടൊഴുകുന്ന നദികൾ.
കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ എന്നിവ കാവേരി നദിയുടെ പോഷക നദികളാണ്. തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദികളാണ് പാമ്പാറും ഭവാനി. തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദികളാണ് പാമ്പാറും ഭവാനി. ഇതിൽ ആദ്യത്തെ കബനി നോക്കാം. കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി കബനി നദിയാണ്. കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ആകെ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. അപ്പം ആ നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? കബനി നദിയാണ്. കബനി നദിയുടെ ആകെ നീളം 240 കിലോമീറ്റർ ആണ്. പക്ഷേ കബനി നദി കേരളത്തിൽ ഒഴുകുന്ന നീളം 56.6 കിലോമീറ്റർ നീളത്തിലാണ്. കബനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. കബനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. കബനി നദിയുടെ ഉത്ഭവം തൊണ്ടാർമുടി. വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് കബനി നദി ഉത്ഭവിക്കുന്നത്. കബനി നദി കപില എന്നും അറിയപ്പെടുന്നുണ്ട്. കബനി നദി പതിക്കുന്നത് കാവേരി നദിയിലാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി നദി. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി നദി. പനമരം, മാനന്തവാടി നദികൾ കൂടിച്ചേർന്നാണ് കബനി നദി രൂപപ്പെടുന്നത്. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് കർണാടകയിലെ നാഗർഹോളെ ദേശീയോദ്യാനം. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് കർണാടകയിലെ നാഗർഹോളെ ദേശീയോദ്യാനം. കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലമാണ് തിരുമക്കുടലു നരസിപുര. അടുത്ത നദിയാണ് പാമ്പാർ. ദേവികുളത്തെ ബെൻമൂറിൽ നിന്നാണ് പാമ്പാർ നദി ഉത്ഭവിക്കുന്നത്. ദേവികുളത്തെ ബെൻമൂറിൽ നിന്നാണ് പാമ്പാർ നദി ഉത്ഭവിക്കുന്നത്. കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്കാണ് പാമ്പാർ നദി ഒഴുകുന്നത്. പാമ്പാറിൻ്റെ ആകെ നീളം 31 കിലോമീറ്റർ ആണ്. കേരളത്തിൽ പാമ്പാറിൻ്റെ നീളം 25 കിലോമീറ്റർ ആണ്. ഇടുക്കി ജില്ലയിലാണ് പാമ്പാർ നദി ഒഴുകുന്നത്. ഇടുക്കി ജില്ലയിലൂടെയാണ് പാമ്പാർ നദി ഒഴുകുന്നത്. തലയാർ എന്ന് പാമ്പാർ നദിക്ക് ഒരു അപരനാമമുണ്ട്. പാമ്പാർ നദിയുടെ അപരനാമമാണ് തലയാർ. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദിയാണ് അമരാവതി. അതുപോലെ ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതായിരുന്നു? കബനി നദിയാണെന്ന് പറഞ്ഞു. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. പാമ്പാർ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഇരവിക്കുളം, മൈലാടി, തീർത്ഥമല, ചെങ്കലാർ, തേനാർ. ഇരവിക്കുളം, മൈലാടി, തീർത്ഥമല, ചെങ്കലാർ, തേനാർ എന്നിവയാണ് പാമ്പാറിൻ്റെ പ്രധാന പോഷക നദികൾ. അടുത്ത നദിയാണ് ഭവാനി. ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനം നീലഗിരി കുന്നുകളാണ്. നീലഗിരി കുന്നുകളിൽ നിന്നാണ് ഭവാനി നദി ഉത്ഭവിക്കുന്നത്. ഭവാനി നദിയുടെ ആകെ നീളം 217 കിലോമീറ്റർ ആണ്. എന്നാൽ കേരളത്തിൽ ഭവാനി നദിയുടെ നീളം എന്ന് പറയുന്നത് 37.5 കിലോമീറ്റർ ആണ്. ഭവാനി നദി ഒഴുകുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലൂടെയാണ് ഭവാനി നദി ഒഴുകുന്നത്. ഭവാനി നദിയിൽ എത്തിച്ചേരുന്ന പ്രധാന നദികളാണ് ശിരുവാണിയും വരഗാറും. ഭവാനി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് കൽക്കണ്ടിയൂർ. ഭവാനി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് കൽക്കണ്ടിയൂർ. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദിയും ഭവാനി നദിയാണ്. ഭവാനി നദി പതിക്കുന്നത് കാവേരി നദിയിലാണ്. കേരളത്തിലെ പ്രധാന നദികളും അവയുടെ സവിശേഷതകളും ഒന്ന് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ നദിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ നദി 244 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്, 16 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ, 16 കിലോമീറ്റർ. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് കബനി. കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി കബനി. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പാമ്പാർ. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പാമ്പാർ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി. ഇവിടെ ഒരു പോയിന്റ് കൂടെ ഓർത്തു വെക്കുക. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് ഭാരതപ്പുഴ.
കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി രാമപുരവും കടലിൽ പതിക്കുന്ന ഏറ്റവും വലിയ നദി ഭാരതപ്പുഴയുമാണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് അയിരൂർ പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദിയാണ് അയിരൂർ പുഴ. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയും കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ നദിയുമാണ്. ഇനി അടുത്ത ബോക്സിൽ നമ്മൾ പഠിക്കുന്നത് കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും പതനസ്ഥാനവുമാണ്. ആദ്യത്തേത് പെരിയാർ നദി. പെരിയാർ നദിയുടെ ഉത്ഭവം ശിവഗിരി മല. പെരിയാർ നദിയുടെ പതനം വേമ്പനാട് കായൽ. അടുത്തത് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലയാണ്. പതനം അറബിക്കടൽ. അടുത്ത നദിയാണ് പമ്പാ നദി. പമ്പാ നദിയുടെ ഉത്ഭവം ഇടുക്കിയിലെ പുളിച്ചിമലയിൽ നിന്നാണ്. പതനം വേമ്പനാട്ട് കായൽ. ചാലിയാർ പുഴയുടെ ഉത്ഭവസ്ഥാനം ഇളമ്പലേരി കുന്നുകൾ. പതനം അറബിക്കടൽ. ചാലക്കുടി പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലയാണ്. പതനം പെരിയാറാണ്. അടുത്തത് കടലുണ്ടിപ്പുഴ. കടലുണ്ടിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കടലുണ്ടിപ്പുഴ ഉത്ഭവിക്കുന്നത്. പതിക്കുന്നത് അറബിക്കടലിലാണ്. നെയ്യാർ പുഴയുടെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമലയിൽ നിന്നാണ് നെയ്യാർ നദി ഉത്ഭവിക്കുന്നത്. അറബിക്കടലിലാണ് പതിക്കുന്നത്. അച്ചൻ കോവിലാർ ഉത്ഭവിക്കുന്നത് ദേവർമല പശ്ചിമഘട്ടം ദേവർമലയിൽ നിന്ന് ഉത്ഭവിച്ച് പമ്പാ നദിയിൽ പതിക്കുന്നു. മണിമലയാർ നദി ഉത്ഭവിക്കുന്നത് മുത്തവര മലകളിൽ നിന്നാണ്. വേമ്പനാട് കായലിലാണ് പതനം. കല്ലടയാറിൻ്റെ ഉത്ഭവം പശ്ചിമഘട്ടത്തിൽ നിന്നും പതനം അഷ്ടമുടി കായലിലുമാണ്. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ബാലപ്പൂണി കുന്നുകളിൽ നിന്നാണ്. മഞ്ചേശ്വരം പുഴയുടെ പതനം ഉപ്പള കായലിലാണ്. കബനി നദിയുടെ ഉത്ഭവസ്ഥാനം വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്നും പതനം കാവേരി നദിയിലേക്കുമാണ്. ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനം നീലഗിരി മലനിരകളിൽ നിന്നും പതനം കാവേരി നദിയിലുമാണ്. പാമ്പാർ നദിയുടെ ഉത്ഭവസ്ഥാനം ബെൻമൂറിൽ നിന്നും പതനം കാവേരി നദിയിലുമാണ്. അടുത്ത പഠിക്കാനുള്ളത് നദികളും വിശേഷണങ്ങളും. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. അപ്പം കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നതും ഭാരതപ്പുഴയാണ്. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരാണ് ശോകനാശിനി പുഴ. അതുപോലെ തന്നെ നിള എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെടുന്ന നദിയും ഏത് തന്നെയായിരുന്നു? ഭാരതപ്പുഴ തന്നെയായിരുന്നു. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് പമ്പാ നദി. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. മൂരാട് പുഴ എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. പയസ്വിനി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരിപ്പുഴയും തലയാർ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദി പാമ്പാറും ആണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് കേരളത്തിലെ നദികളെക്കുറിച്ചാണ്. നദികൾ മലിനമാക്കുന്നവർക്ക് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തി ബില്ല് പാസാക്കിയ സംസ്ഥാനമാണ് കേരളം എന്ന കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടുള്ള പ്രിലിംസ് മെയിൻസ് ബാച്ച് മെയ് 2 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ലിങ്കിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.